നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ റിപ്പോർട്ടുകളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പഞ്ചാബ് ഗവർണർ ബൻവാരി ലാൽ പുരോഹിത് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെക്കുന്നതായും കത്തിലുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ ഒരുപാട് കാലം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാർ ഗവർണർ പോര്, അതിനിടെ കോടതിയെ സമീപിക്കുന്നു. കോടതി നിശിതമായ വിമർശനങ്ങളുമായി ഗവർണർക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കും അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു മാതൃകയാകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇടപെടലാണ് ഉണ്ടായത് കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഒടുവിൽ രാജി. ഇന്നലെ ആഭ്യന്തരമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് രാജി? വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണോ? സ്മിത, ഈ രാഷ്ട്രീയ കാരണങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മളത് അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളും ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഈ ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് ഗവർണർ എന്നതിലുപരി, പഞ്ചാബിലെ ഗവർണർ എന്നതിലുപരി ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല കൂടി അദ്ദേഹമാണ് വഹിച്ചു വന്നത്. ആ ചുമതലയും അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതാണ്ട് 4 വരികളുള്ള ഒരു കത്താണ് അദ്ദേഹം രാജിക്കത്തായിട്ട് നൽകിയിരിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും മറ്റു ചില കർത്തവ്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുകൊണ്ടും താൻ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്കാണ് ഈ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. കഴിഞ്ഞ നാളുകളിലാണ് അദ്ദേഹത്തിന് എതിരെ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നടപടികൾക്ക് എതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആയിട്ട് പഞ്ചാബ് വിഷയത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മാറുകയും ചെയ്തിരുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർ സംസ്ഥാന സർക്കാർ പോര് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തിയാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്കാണ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ പഞ്ചാബ് വിഷയത്തിലെ ഉത്തരവ് പഠിക്കാൻ കേരള ഗവർണറോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, മറ്റു ചില കർത്തവ്യങ്ങൾ തനിക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്നത്. രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പഞ്ചാബ് ഗവർണർ ബൻവാരി ലാൽ പുരോഹിത് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ രാജി. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെക്കുന്നതായും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. RK വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാര വിവരം പങ്കുവച്ചത് എക്സിലൂടെ. നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രീയക്കാരനാണ് അഡ്വാനിയെന്ന് മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വികസനത്തിന് LK അഡ്വാനി നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. RK, ഒരുപാട് വർഷക്കാലം മികച്ച പാർലമെന്റേറിയൻ ആയിരുന്ന ഒരാൾ, അതോടൊപ്പം തന്നെ ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുൻനിർത്തി ഇന്ത്യയുടെ വികസനത്തിന് നേതൃത്വം വഹിച്ചവരിൽ പ്രധാനി ആണ് അദ്ദേഹം. ആ രീതിയിലാണ് ഈ ഒരു ബഹുമതി നൽകുന്നതെന്ന് പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആണ്. പ്രത്യേകിച്ച് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള BJPയുടെ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹമാണ്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു, അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് സംഘപരിവാർ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് കഴിഞ്ഞ നാളുകളിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളെ, പ്രത്യേകിച്ച് 2013 ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി NDAയുടെ ചെയർമാനായി വന്നതു മുതൽ അവർക്ക് അവഗണനയാണ് ഉള്ളത് എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ LK അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ഉമാഭാരതിക്കും അടക്കമുള്ള നേതാക്കളെ അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയാണ് ഉയർത്തിയിരുന്നത്. ഉമാഭാരതി ആദ്യ സർക്കാരിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെങ്കിലും LK അദ്വാനിക്ക് അഹമ്മദാബാദ് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പോലും ഉണ്ടായി. പിന്നീട് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാത്ത ഒരു സാഹചര്യവും
ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി സർക്കാർ ടേം പൂർത്തിയാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മുതിർന്ന നേതാക്കളെ ആദരിക്കാനായിട്ട് ഒരു പിശകും തങ്ങൾ നടത്തിയിട്ടില്ല. അഥവാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP-യുടെ ദേശീയ മുഖം ആ വിധത്തിൽ ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഭാരതരത്നം നൽകുന്നത്. കർപ്പൂരി താക്കൂറിന് ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയപ്പോൾ LK അദ്വാനിയെ അവഗണിച്ചു എന്ന പരാതിയും ഈ സംഘപരിവാർ സംഘടനകൾക്കിടയിൽ ഉയർന്നിരുന്നു. അതിനുള്ള പരിഹാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾ കൂടിയുള്ളപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർവഹിച്ചിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാര വിവരം എക്സിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് പോവുകയാണ്. മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിലെത്തിയത്. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിലാണ് ചരിഞ്ഞത്. മന്ത്രി AK ശശീന്ദ്രൻ ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. 24 ആണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. ആന അവശനായിരുന്നുവെന്നും ചരിഞ്ഞെന്ന വാർത്ത ഞെട്ടിച്ചെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്തിനൊപ്പം ദീപക് ധർമ്മടവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ് പോകുന്നത്. സുർജിത്ത്, നമ്മൾ ഇന്നലെ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ അരിക്കൊമ്പൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അരിക്കൊമ്പൻ വലിയ പരാക്രമങ്ങൾ കാണിച്ചിരുന്നു. പക്ഷേ ഈ ആന അങ്ങനെ ആയിരുന്നില്ല. പൊതുവേ നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യം അതായിരുന്നു. വലിയ ശാന്തനായിരിക്കുന്നു ആന. ഈ കൃഷി നശിപ്പിക്കുന്നു എന്നതൊഴിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ അത് ആനയ്ക്ക് സുഖമില്ലായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? സ്മിത, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആന കൃത്യമായി വെള്ളം എടുത്തിരുന്നില്ല, അതോടൊപ്പം തന്നെ തീറ്റയും എടുത്തിരുന്നില്ല. സ്വാഭാവികമായും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ജനുവരി 16-ാം തീയതിയാണ് ഈ ആനയെ കർണാടക വനം വകുപ്പ് ബേളൂർ മേഖലയിൽ നിന്ന് പിടികൂടുന്നത്. അതിനെ ഉയർത്തി വീണ്ടും അതിന് കേജിങ് നടത്തി അതിനുശേഷമാണ് ഈ ആനയെ പിന്നീട് നാഗർഹോള വനത്തിനകത്തേക്ക് വിടുന്നത്. അത്രയും അധികം ദൂരം, അതായത് നാഗർഹോളയിൽ നിന്നും അത് തിരുനെല്ലിയിൽ അതിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് നേരെ തലപ്പുഴ വഴിയാണ് ഈ വനമേഖലയിലേക്ക് എത്തുന്നത്. വനമേഖലയിൽ നിന്നും ആണ് ഇത് നാട്ടിൻ പുറത്തേക്ക് എത്തുന്നത്. നാട്ടിൻ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എടവക പഞ്ചായത്തിൻ്റെ മേഖലയിലാണ് ഇതിനെ ആദ്യം കാണുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഈ ആന തീറ്റയും അതോടൊപ്പം തന്നെ വെള്ളവും എടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കർണാടക വനം വകുപ്പ് അതിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല 20 ദിവസത്തിനകം 2 തവണ അത് മയക്കുവെടിക്ക് വിധേയനായിട്ടുണ്ട് എന്നുള്ളതും ചിലപ്പോൾ അത് മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ ഈ ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റ് ഈ ഒരു ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു ടെറിട്ടറിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മറ്റ് ആനകളുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കാടിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം വ്യക്തത വരുത്താനുള്ള ശ്രമം ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. എന്തായാലും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ വെറ്റിനറി സർജനായിട്ടുള്ള ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറായിട്ടുള്ള സയ്യിദ് മിർസയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരള ടീമിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. വൈകിട്ടോടു കൂടി ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് ഇത് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ. അതിന് കർണാടക വനം വകുപ്പ് കൃത്യമായ രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ഈ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് DFOമാർ അവിടെ ഉണ്ട്. ഷജ്ന കരീമും മാർട്ടിൻ ഡോവൽ ഉൾപ്പെടെയുള്ള DFOമാർ അതിനകത്ത് ഉണ്ട്. രാമപുരയിലെ കേന്ദ്രത്തിലാണ്, അതായത് രാമപുര എലിഫന്റ് കേന്ദ്രത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ഇന്ന് 11 മണി മുതൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ആനയ്ക്ക് ഒരുപക്ഷെ നേരത്തെ തന്നെ പരിക്കുകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. ഇന്നലെ 2 മണിയോട് കൂടിയാണ് ഈ ആനയെ നേരെ രാമപുരയിൽ എത്തിക്കുന്നത്. രാമപുര എലിഫന്റ് ക്യാമ്പിലേക്കാണ് എത്തിക്കുന്നത്. എത്തിച്ച വഴി അതിനെ കുങ്കിയാനകൾ ഉപയോഗിച്ച് ആന ചരിയുന്നതിന് കാരണം
എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരൂ. സുർജിത്ത്, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യരും വന്യജീവികളുമായിട്ടുള്ള സംഘർഷത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ അതെല്ലാ കാലത്തും ഉയർന്നു വരുന്നതാണ്. ആനയോട് ഇഷ്ടമുള്ള മനുഷ്യരുണ്ട്, ആനപ്രേമികൾ. പക്ഷേ ആന അതുപോലെയുള്ള വന്യജീവികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ആശങ്കയും പേടിയുമായി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അത് മറുവശത്ത് നിൽക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായും വരും. പക്ഷേ ഈ ആന തണ്ണീർ കൊമ്പൻ പോയതിനു ശേഷം എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കഷ്ടമായി പോയി എന്നുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഈ മരണകാരണം അല്ലെങ്കിൽ ആന ചരിയുന്നതിന് കാരണമായത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരൂ. അത് എപ്പോഴേക്ക് അറിയാൻ കഴിയും? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ കിട്ടാനാണ് സാധ്യത? ഈ നടപടികൾ പൂർത്തിയാക്കാൻ എത്ര സമയമെടുത്തേക്കും? പോസ്റ്റ്മോർട്ടം എന്തായാലും വൈകിട്ട് ഇത് പൂർത്തിയാവുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ഇത് വനമേഖലയ്ക്കകത്താണ് ഈ പ്രദേശമുള്ളത്. അതായത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ബന്ദിപ്പൂർ വനമേഖലയിൽ അതിൻ്റെ പ്രധാന പാതയിൽ നിന്ന് ദേശീയപാത 766 ഉള്ളിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്ററോളം ഉള്ളിലായാണ് ഈ ബേസ് ക്യാമ്പ് ഉള്ളത്. ആ ബേസ് ക്യാമ്പിലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടി നടക്കുന്നത്. അവിടെ ഒന്നും തന്നെ ഈ ഫോണിനുൾപ്പെടെ റേഞ്ചില്ലാത്ത ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ മാത്രമാണ് എങ്ങനെയാണ് ഈ മരണം എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് കേരളത്തിൻ്റെ ഭാഗമായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർണാടകയുടെ ഭാഗമായിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങണം. അതിനുശേഷം വൈകിട്ടോടുകൂടി മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ എന്താണ് മരണകാരണം സംബന്ധിച്ചുള്ള വിവരത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, നമ്മളാണ് ഇന്ന് രാവിലെ ഈ ദുഃഖവാർത്ത അത് പുറം ലോകത്തെ അറിയിച്ചത്. അത് മന്ത്രിയുടെ ഒരു പ്രതികരണത്തിന് ശേഷം തന്നെയാണ് ദീപക് അത് അറിയിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരു കാര്യം. കാരണം രാവിലെ ഇനിയിപ്പോൾ അടുത്ത നടപടികൾ എന്താണ് എന്നറിയുന്നതിനുള്ള ഒരു കൗതുകവും ആകാംക്ഷയുമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ദുഃഖവാർത്ത വരുന്നു, അത് എല്ലാവരുടെയും ദുഃഖമായി മാറുന്നു, അല്ലേ ദീപക്? അങ്ങനെ തന്നെയാണ് സ്മിത. ഒരുപക്ഷെ ആശങ്കയുടെ ഒരു 13 മണിക്കൂർ അതിനുശേഷം ആശ്വാസത്തിലേക്ക് അത് വഴിമാറി. പക്ഷേ ആശ്വാസത്തിൻ്റെ ഒരു രാവ് പിന്നിട്ട് പുലരുമ്പോൾ അതിൻ്റെ മറ്റു കൗതുകങ്ങളിലേക്ക്, മറ്റു വാർത്തകളിലേക്ക് നമ്മൾ തേടി ചെല്ലുമ്പോഴാണ് ഗുരുതരമായ അവസ്ഥയിലാണ് എന്നുള്ളത് പുലർച്ചയോടുകൂടി തന്നെ വിവരം ലഭിക്കുന്നു. പക്ഷേ പിന്നീട് ആന ചെരിഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ വനമന്ത്രി അതിൻ്റെ സ്ഥിരീകരണവും തത്സമയം നമുക്ക് നൽകുകയും ചെയ്തു. ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയുടെ മരണകാരണം എന്താണ് എന്നുള്ളതാണ്. കാരണം കൃത്യമായി കേന്ദ്ര വന്യജീവി പരിപാലന നിയമമുണ്ട്. ആനകളെ എങ്ങനെ, കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിയമം. ആ നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരമാണ് ഇന്നലെ കാര്യങ്ങൾ നീക്കിയത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് മയക്കുവെടി വയ്ക്കാതെ വൈകുന്നേരത്തേക്ക്, അതായത് സൂര്യൻ്റെ ചൂട് കൂടുതലുള്ള സമയത്ത് മയക്കുവെടി വയ്ക്കുന്നത് ആനയ്ക്ക് ദോഷമായി മാറും. മാത്രമല്ല നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മരണകാരണം എന്താണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ഏതായാലും വനം മന്ത്രി AK ശശീന്ദ്രൻ 5 അംഗ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു. സമിതിയിൽ ആരൊക്കെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം സർക്കാർ ഔദ്യോഗികമായ ഒരു ഉത്തരവായി തന്നെ ഈ അന്വേഷണ സമിതിയെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആ അന്വേഷണ സമിതി ആയിരിക്കും ഇതിൽ ഏതൊക്കെ ചട്ടങ്ങൾ, ഏതൊക്കെ പാരാമീറ്റേഴ്സ് പാലിക്കപ്പെടാതെ പോയി, പാലിച്ചു എന്നുള്ളതിലെ ഒരു വിദഗ്ധ പരിശോധന നടത്തുക. ആ വിദഗ്ധ പരിശോധനയിൽ NGO പ്രതിനിധി, നിയമപ്രതിനിധി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വനം ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഇവാലുവേഷൻ ഉദ്യോഗസ്ഥർ, വനം വകുപ്പിലെ ഇവാലുവേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായിരിക്കും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ആനയുടെ മരണകാരണത്തിന് ഇടയാക്കിയ സംഭവങ്ങളിൽ മയക്കുവെടിയും ഒരു ഘടകമായിട്ടുണ്ടാവും. കാരണം 2 ആഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ മയക്കുവെടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്നലെയാണെങ്കിൽ ആദ്യ മയക്കുവെടിയിൽ ഈ തണ്ണീർക്കൊമ്പൻ ഒരു രീതിയിലും ഒരു പരുക്കം പോലും ഉണ്ടായില്ല, ഒരു അനക്കം പോലും വെച്ചില്ല. പക്ഷേ രണ്ടാമത്തെ മയക്കുവെടിയോടുകൂടിയാണ് ഒന്ന് അടങ്ങുകയല്ല, ഒന്ന് മയങ്ങിയത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകത്തിൽ ഈ ആന വിറപ്പിച്ചുവെങ്കിലും ഈ മാനന്തവാടി പരിസര പ്രദേശത്ത് ശാന്തഭാവനായാണ് നിന്നത്. ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കർഷകർക്ക് ഒരു കണ്ണീർ കൊമ്പനായി, ഒരു ദുഃഖത്തിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം ഈ ആന ചെരിഞ്ഞ വാർത്ത 24-ലൂടെ പുറം ലോകം അറിഞ്ഞപ്പോൾ തന്നെയുള്ള പ്രതികരണവും അങ്ങനെയായിരുന്നു സ്മിത. അതെ, നമ്മളെല്ലാവരും ഒരേപോലെ ആ കാര്യത്തിൽ ദുഃഖിതരാണ്. കാരണം ഇന്നലെയൊക്കെ ആ പ്രതീക്ഷ അവസാനം വരെ നിലനിന്നിരുന്നു. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ആ ദുഃഖവാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്തും ബന്ദിപ്പൂർ വാർത്തകളുമായി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. തമിഴ്നാട് മാർത്താണ്ഡം മേൽപ്പാലത്തിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. 35 പേർക്ക് പരുക്ക്. കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം.
ഇരു ബസ്സുകളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് അപകടത്തിന് കാരണമായത്? ഈ കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റവരെ കുറിച്ചുള്ള, ഡ്രൈവർമാരെ കുറിച്ചുള്ള, മറ്റ് യാത്രക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, അല്പസമയം മുമ്പ് ഏകദേശം 30 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം തമിഴ്നാട്ടിൽ നടക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് കേരളത്തിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് RTCയുടെ ബസ്സുമാണ് അപകടത്തിൽ കുട്ടിയിടിക്കുന്നത്. ഈ അപകടത്തിനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വണ്ടികൾ അമിത വേഗത്തിലാണോ എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് വാഹനം പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. 35ഓളം പേർക്ക് നിലവിൽ പരിക്കുണ്ട്. ഇതിൽ ഏറ്റവും ഗുരുതര പരിക്കുള്ളത് ഇരു ബസ്സുകളുടെയും ഡ്രൈവർമാർക്കാണ്. ഈ ഡ്രൈവർമാരെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിൽ, നാഗർകോവിലിലെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് പരിക്ക് പറ്റിയ യാത്രക്കാരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലുമാണ് നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇവരുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ഇതിൻ്റെ വ്യാപ്തി ഉണ്ട് എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ മാത്രമാണ് ലഭ്യമാവുക. അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിലൊരു അപകടം. അപകട കാരണത്തെക്കുറിച്ച് ഉൾപ്പെടെ തമിഴ്നാട് പോലീസ് പരിശോധന നടത്തും. കാരണം അമിത വേഗതയാണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണോ അപകടം സംബന്ധിച്ച് എന്നുള്ള വിവരങ്ങളെല്ലാം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ നൽകുന്ന പരിഗണന രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ്. ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് കാണാം, അത്രയും വലിയൊരു അപകടമായിരുന്നു. കൂട്ടിയിടിക്കുകയായിരുന്നു ഇരു വാഹനങ്ങളും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളാണ് നിലവിൽ പോലീസ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ആയിരിക്കും അപകട കാരണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തമിഴ്നാട് പോലീസ് കടക്കുക. എന്തായാലും വലിയൊരു അപകടമാണ്. KSRTC ബസ്സിൻ്റെയും ഒപ്പം തമിഴ്നാട് RTCയുടെ ബസ്സിൻ്റെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരുടെ എന്തു തരം പരിക്കാണെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ഇനി ലഭിക്കേണ്ടത്. പക്ഷേ ഇരു ഡ്രൈവർമാരുടെയും നില ഗുരുതരമാണെന്നാണ് ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, തമിഴ്നാട് മാർത്താണ്ഡം മേൽപ്പാലത്തിലാണ് അപകടമുണ്ടായത്. KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 35 പേർക്ക് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. ഇരു ബസ്സുകളുടെയും ഡ്രൈവർമാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ് ലൈവ് ന്യൂസ്. ആം ആദ്മി പാർട്ടി MLA-മാരെ BJP വിലക്കെടുക്കാൻ ശ്രമിച്ചെന്ന പരാമർശത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകാനായില്ല. ഔദ്യോഗിക വസതിയിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. 25 കോടി കോഴ നൽകി ആം ആദ്മി MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. ഇതിന്റെ തെളിവുകൾ തേടിയാണ് ക്രൈംബ്രാഞ്ച് കെജ്രിവാളിന്റെ വസതിയിലെത്തിയത്. വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ നോട്ടീസ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് പോയത്? സ്മിത, 25 കോടി രൂപ പാർട്ടി MLA-മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചതായിരുന്നു ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം. ഈ പ്രസ്താവനയ്ക്കെതിരെ BJPയുടെ ഡൽഹിയിലെ സംസ്ഥാന ഘടകമാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രിയും കേജ്രിവാളിന്റെ വസതിയിലെത്തിയിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം വസതിയിൽ ഇല്ലാത്തതിനാൽ ഈ നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ഇതേ സംഘം ഇവിടെ എത്തുകയുണ്ട്. ACP പങ്കജ് അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ നോട്ടീസ് നൽകാൻ എത്തിയത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ കൈക്കൽ നേരിട്ട് നൽകുവാനുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ ആ ഒരു നീക്കത്തെ അത് തടയുകയാണ് ഉണ്ടായത്. നോട്ടീസ് നൽകാനും വസതിക്കുള്ളിൽ പ്രവേശിക്കുവാനും അനുമതി നൽകിയില്ല. തുടർന്ന് മണിക്കൂറുകളോളം സംഘം പുറത്ത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ മടങ്ങിയത്. ഒപ്പം ഈ മന്ത്രി ക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകാൻ ഇന്നലെ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ നോട്ടീസ് നൽകാൻ ഇപ്പോൾ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഈ BJPയുടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഈ ഇത്തരത്തിൽ ഡൽഹി പോലീസിനെയും മീഡിയയും മറ്റും ഉപയോഗിക്കുന്നതിനുള്ള ആരോപണം കൂടി ആം ആദ്മി ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇനി തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ അത് നൽകുവാൻ കൂടി ഇതിലൂടെ അരവിന്ദ് കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. വടകര താലൂക്ക് ഓഫീസ് തീവയ്പ് കേസിൽ ഹൈദരാബാദ് സ്വദേശിയായ പ്രതി നാരായണ സതീഷിനെ വെറുതെ വിട്ട് കോടതി.
വടകര തീവയ്പ് ഉൾപ്പെടുന്ന 4 കേസുകളിൽ നിന്ന് സതീഷിനെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല, അതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. അങ്ങനെയാണ് കുറ്റവിമുക്തനാക്കിയത് ഈ പ്രതി എന്ന് ഇനി പറയാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായും സ്മിത, പ്രധാനമായും CCTV ദൃശ്യങ്ങളാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതി ഈ കുറ്റം തെളിയിച്ചു എന്ന് സ്ഥാപിക്കുന്നതിനായി സമർപ്പിച്ച CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചില ചുമരുകളിലെ ചില കയ്യെഴുത്തുകളുമായിരുന്നു. എന്നാൽ ഇവ ഈ നാരായണ സതീഷിൻ്റെതാണ് എന്ന് കോടതിയിൽ ഈ പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് ഈ നാരായണ സതീഷിനെ വെറുതെ വിടാനുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതി കടക്കുകയും ചെയ്തത്. 2021 ഡിസംബർ 17-നായിരുന്നു ഈ സംഭവം. അന്ന് ഈ ഒരു തീപിടുത്തത്തിൽ വടകര താലൂക്ക് ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഏതാണ്ട് 1,00,000-നടുത്ത് ഫയലുകൾ, കമ്പ്യൂട്ടർവൽക്കരിക്കാത്ത 1,00,000-നടുത്ത് ഫയലുകൾ, രേഖകളൊക്കെ തന്നെ അന്ന് കത്തി നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിന് തൊട്ടു മുൻപ്, ഈ വടകര താലൂക്ക് ഓഫീസിന് തീപിടിക്കുന്നതിന് തൊട്ടു മുൻപ് 3 കെട്ടിടങ്ങളിലും സമാനമായ രീതിയിൽ തീപിടിച്ചിരുന്നു. DE ഓഫീസ്, LANH ഓഫീസ്, ഒരു സ്വകാര്യ കെട്ടിടം. ഈ 3 സ്ഥലങ്ങളിലും തീവെപ്പുണ്ടായിരുന്നു. തീപിടുത്തത്തിൽ അവിടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഈ 3 കേസുകളിലേത് ഉൾപ്പെടെ ചേർത്താണ് ഈ നാരായണ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ കോടതിയെ പോലീസ് സമീപിക്കുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ നാരായണ സതീഷാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതോടെയാണ് ഇയാളെ വെറുതെ വിടാനുള്ള ഒരു തീരുമാനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സ്മിത, വടകര തീവയ്പ് ഉൾപ്പെടെ 4 കേസുകളിൽ നിന്നും നാരായണ സതീഷിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത്. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് അനുമതി. റാഞ്ചി പ്രത്യേക കോടതിയാണ് അനുമതി നൽകിയത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, സോറനെ സംബന്ധിച്ചിടത്തോളം, സോറൻ അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത്, പ്രതീക്ഷ നൽകുന്ന വാർത്ത. സ്മിത, തീർച്ചയായിട്ടും. കാരണം ഈ EDയുടെ അറസ്റ്റിനെ തുടർന്ന് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലും എത്തി. പക്ഷേ ഗവർണർ മുന്നോട്ട് വെച്ച നിർദ്ദേശം 10 ദിവസത്തിനകം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജാർഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നത്. റാഞ്ചി പ്രത്യേക കോടതിയാണ് അനുമതി നൽകിയത്. ഇടുക്കിയിലേക്കാണ് ഇനി പോകുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം. SHO TD സുനിൽകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് വാർത്തകൾ വന്നിരുന്നു. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വീഴ്ചയുണ്ടായെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. മികച്ച പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി. ഞങ്ങൾ കേസ് വേണ്ടെന്ന് പറഞ്ഞത് ആദ്യം സ്വാഭാവിക മരണമാണ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അപ്പോൾ അത് തെളിയിച്ചൊരു അന്വേഷണ ഉദ്ദേശനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഉള്ളപ്പോൾ നമുക്കിതിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വീഴ്ച പറ്റിയിട്ടുണ്ടാകാമായിരിക്കാം. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. കേസിൽ അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കേസ് എന്തായാലും നമുക്കൊരു നല്ലൊരു വിധി ഉണ്ടാക്കാനായിട്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനകത്ത് വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, അദ്ദേഹം പറഞ്ഞത് അത് വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ ഒരു അപകട മരണം ആയേക്കാവുന്ന ഒരു കാര്യമാണ്. അത് അന്വേഷണം കൃത്യമായി പുരോഗമിച്ചതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും വേണം. ഇപ്പോഴുള്ള അന്വേഷണം, അതായത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആ ഉറപ്പിൽ വിശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കുടുംബം, അല്ലേ?
സ്മിത, കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കേസ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ ഗുരുതര ആരോപണങ്ങളും ആ ഘട്ടത്തിൽ വന്നു. അന്ന് വൈകിട്ടാണ് ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള ഓർഡർ വരുന്നത്. ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണത്തിനും ആ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ സസ്പെൻഷൻ എന്നൊരു വാർത്ത നേരത്തെ പ്രചരിച്ചിരുന്നു. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട ഘട്ടത്തിൽ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. പക്ഷേ അതിനെ തള്ളുകയാണ് കുടുംബം. കാരണം നേരത്തെ ഇതൊരു സ്വാഭാവിക മരണമായാണ് കുടുംബം ഉൾപ്പെടെ കണ്ടിരുന്നത്. ഈ ടി ഡി സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും പിന്നീട് ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചെന്ന് തങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയായി മനസ്സിലാകുന്നില്ല. അത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ, ഈ നടപടി ഏതായാലും തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കുടുംബം വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ കഴിഞ്ഞ ദിവസങ്ങളായി പറയുന്നുണ്ട് ഒരു മികച്ച പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്ന്, കഴിഞ്ഞ തവണത്തെ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ. ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറ്റവിമുക്തനാക്കിയ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ കേസ് പരിഗണിക്കുകയും ചെയ്യും. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേർന്നത്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരളത്തിന് താൽപ്പര്യമില്ലെന്ന റെയിൽവേ മന്ത്രിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് പറഞ്ഞു. കേരളിനായുള്ള കേന്ദ്ര ഇടപെടലിന് വീണ്ടും കത്ത് നൽകുമെന്നും KV തോമസ് 24-നോട് പറഞ്ഞു. ഇന്നലെ റെയിൽവേ മിനിസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊരു DPR കൊടുത്തിട്ടുണ്ട് കേരള കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പ്ലാൻ കൊടുത്തിരിക്കുന്നു DPR. അത് പരിശോധിച്ചിട്ട് എത്ര നാളായി, അതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയണ കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അത് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. കേരളത്തിന് അന്ധമായില്ലെങ്കിൽ അവർക്ക് അതേക്കുറിച്ച് അറിയത്തില്ല. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇത് ഇങ്ങനെയൊരു പരാമർശം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം എന്നാണ് ഇപ്പോൾ KV തോമസ് മാഷ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്മിത, അതായത് പൊതുവെ ഈ ഒരു സമയത്ത് നിലവിൽ ഇപ്പോൾ കേരള സർക്കാരിന് ഈ കേരളയുമായി ബന്ധപ്പെട്ട താല്പര്യം ഇല്ല എന്ന രീതിയിലായിരുന്നു റെയിൽവേ മന്ത്രിയുടെ പരാമർശം ഈ കഴിഞ്ഞ ബജറ്റ് ദിവസത്തിൽ ഉണ്ടായത്. ഇതിനുശേഷം ഈ ചർച്ചകൾ വീണ്ടും സജീവമായി. ഇതിനോടായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് ഇതിൽ പ്രതികരിച്ചത്. അതായത് ഇത്തരത്തിൽ മന്ത്രിയുടെ പ്രസ്താവന അത് തെറ്റായ കാര്യമാണ്. സംസ്ഥാനത്തിന് അത്തരം താല്പര്യമില്ല എന്നുള്ളത് തെറ്റായ കാര്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ DPR നൽകിയിട്ടുണ്ട്. ഇത് ഇതുവരെയും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. ഈ DPR പരിഗണിച്ചുകൊണ്ട് ഇതിൽ വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയാണ് കേന്ദ്രം. മറ്റ് എല്ലാ തരത്തിലും തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ കേരളയുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ അത് സംസ്ഥാന സർക്കാരിൻ്റെത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് കൂടി അതിൽ പങ്കാളിത്തമുണ്ട്. എന്നിട്ട് കൂടിയാണ് ഇത്തരം അവഗണന കേരളത്തിനോട് കാണിക്കുന്നത്. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, അത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ എന്നുകൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വീണ്ടും ഈ ഒരു ഇടപെടലിന് വേണ്ടിയിട്ട് ഒരു കത്ത് നൽകുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കേരളയുമായി കേരളം മുന്നോട്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, സംസ്ഥാനം കേരളയുമായി മുന്നോട്ടു തന്നെ. വിവരങ്ങൾ നൽകിയത് അച്യുതൻ ഡൽഹിയിൽ നിന്ന്. സാഹിത്യ അക്കാദമിയെ വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിൽ വിളിച്ചുവരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അക്കാദമിയുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ഇതിനിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ രംഗത്തെത്തി. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ ഒരു പ്രശ്നമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കാരണം ഇത് വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോരുന്നത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത്. പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്.
സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, വലിയ ആ പ്രസംഗത്തെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സാഹിത്യ നായകന്മാരുൾപ്പെടെ അത് പങ്കുവച്ചിരുന്നു. വളരെ മനോഹരമായ പ്രസംഗമായിരുന്നു. ആശാൻ കവിതകളെക്കുറിച്ചും രചനകളെക്കുറിച്ച് വളരെ മനോഹരമായ പ്രസംഗം. പക്ഷേ അതിനുശേഷമുണ്ടായ ഈ കുറിപ്പ് അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ മുൻപും പലരും പലപ്പോഴായി പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രയാസം അത് തന്നെയാണ് ഇപ്പോൾ കവി പറഞ്ഞതും. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നു? ഇപ്പം സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് എന്താണ്? സ്മിത, ഈ ജനുവരി 30-നാണ് ഇത്തരത്തിൽ ഈ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യോത്സവത്തിൽ എത്തുന്നത്. അദ്ദേഹം 2 മണിക്കൂറിലധികം നേരം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹം മടങ്ങുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ 2400 രൂപ അക്കാദമി ചിലവായി നൽകുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ എറണാകുളത്ത് നിന്ന് വിളിച്ചു വന്ന ടാക്സിയുടെ കാറും ഡ്രൈവറുടെ ബാറ്റയും അടക്കം 3500 രൂപ ചിലവായി 1100 രൂപ താൻ സീരിയലിൽ അഭിനയിച്ച് കിട്ടിയ തുക കൊണ്ടാണ് നൽകിയത് എന്നുള്ളതാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ വിമർശനത്തെ കേവലം ഈ തുകയുടെ പേരിലുള്ള വിമർശനമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഈ സാഹിത്യകാരന്മാർ എത്തരത്തിലാണ് അവഗണന നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മിമിക്രി താരങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ ഇത് തുകയായി ലഭിക്കുന്ന സമയത്താണ്, പ്രതിഫലമായി ലഭിക്കുന്ന സമയത്താണ് ഈ സാഹിത്യകാരന്മാർക്ക് ചുരുങ്ങിയ പൈസ, അതായത് ഈ 2400 രൂപയെല്ലാം നൽകിക്കൊണ്ട് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തന്റെ മാത്രം അനുഭവമല്ല, മറ്റുള്ളവരുടെ കൂടി അനുഭവമാണ് എന്നുകൂടി കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത് തന്നെയാണ് നമ്മളും വിലയിരുത്തുന്നത്. ഇന്ന് കെ സച്ചിദാനന്ദന്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് നിറഞ്ഞു നിന്നത്. കാരണം ഈ സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോടുള്ള ഒരു അവഗണനയെ തുടർന്നുണ്ടായ ഒരു പ്രതികരണം അത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് ഇന്ന് കെ സച്ചിദാനന്ദന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഇതൊരു സാങ്കേതികപരമായി ഉണ്ടായ പിഴവാണ്. കാരണം ഇത് പണം നൽകിയത് മുഴുവൻ അക്കാദമി അറിഞ്ഞുകൊണ്ടല്ല, അത് ക്ലറിക്കൽ ജോബിന്റെ ഭാഗമായിക്കൊണ്ട് കിലോമീറ്റർ എല്ലാം കണക്കാക്കി നൽകിയ തുകയാണ്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകണം എന്നുള്ളത് തന്നെയാണ് അക്കാദമിയുടെ നിലപാടെന്നും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ട തുക അത് കൈമാറും എന്നുള്ളതാണ് അക്കാദമി വിശദീകരിക്കുന്നത്. എന്തായാലും സാഹിത്യകാരന്മാർ നേരിടുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സാഹിത്യോത്സവത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ അനുഭവം മാറുകയാണ്. സ്മിത, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായ കോഴിക്കോട് NITയിലെ 2 ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് നടപടി. കണ്ടാലറിയാവുന്ന 100ഓളം SFI KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ആർക്കെല്ലാം എതിരെയാണ് കേസ്? കണ്ടാലറിയാവുന്നവർ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരുന്നു ഈ പ്രശ്നങ്ങൾ അവിടെ നടന്നത്? ആർക്കെല്ലാം എതിരെ കേസ്? സ്മിത, അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മാസം 22-ാം തീയതിയായിരുന്നു കോഴിക്കോട് NITയിൽ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധമാണ് ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തിയത്. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മലയാളി വിദ്യാർത്ഥികളെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന് കാണിച്ച് 2ാം വർഷ വിദ്യാർത്ഥിയായ കൈലാഷ് നൽകിയ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ഈ വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. സീനിയർ വിദ്യാർത്ഥിയായ ശിവ പാണ്ഡെ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് കേസ്. ഇതിൽ ശിവ പാണ്ഡെ മാത്രമാണ് തനിക്ക് അറിയാവുള്ളൂ, മറ്റ് വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളാണെന്ന കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ബാക്കി കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾ എന്ന് ഈ കേസിൽ പരാമർശിക്കപ്പെടുന്നത്. അതോടൊപ്പം ഈ സംഭവത്തിന് പിന്നാലെ ഒരു വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് SFI KSU പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ഇത് വീണ്ടും സംഘർഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം SFI KSU പ്രവർത്തകർക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷം കോളേജിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിലവിൽ 2 ദിവസമായി കോളേജ് അടഞ്ഞുകിടക്കുകയാണ്. ഇനി 2 ദിവസം കൂടി കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വീണ്ടും NIT കോളേജ് അടുത്ത ദിവസം തുറക്കാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ മറ്റ് തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് അവേക്ക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ച് മന്ത്രി മീനാക്ഷി ലേഖി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. സദസ്സിലിരുന്ന ആളിനോട് ഭാരതം നിങ്ങളുടെ അമ്മ അല്ലേ എന്നും അല്ലെങ്കിൽ സദസ്സ് വിട്ട് പോകാമെന്നും മന്ത്രി പറഞ്ഞു. ജൂബിലി ഹാളിലായിരുന്നു പരിപാടി.
Bharat Mata ki! This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata ki! The lady in yellow can stand up. Yeah. Don't look on the side, because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? Why this attitude? Bharat Mata ki! This woman is still standing like this. I think you can leave the house. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിവരങ്ങളുമായി. അഭിജിത്ത്, മന്ത്രി കൃത്യമായി ഇരുവശത്തുമുള്ളവരോട് ഏറ്റുപറയാൻ പറയുന്നു. പറയാത്തവരെ വസ്ത്രം ധരിച്ച മഞ്ഞ ഡ്രസ്സിട്ട കുട്ടി എഴുന്നേറ്റ് നിൽക്കൂ, ആ രീതിയിൽ ഓരോരുത്തരോടും ചോദിക്കുന്നു എന്താണ് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്ന്. ഇവരെ ഏറ്റുവിളിക്കാൻ മടിച്ചതാണോ മന്ത്രിയെ പ്രകോപിപ്പിച്ചത്? തീർച്ചയായും സ്മിത, ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം സദസ്സിനോട് ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെടുകയും സദസ്സ് അത്തരത്തിൽ അതിനൊരു പ്രതികരണം നൽകാതിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് കേന്ദ്രമന്ത്രി ക്ഷുഭിതയായത്, പ്രകോപിതയായത്. ഈ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ ഒരു സംഘപരിവാർ സംഘടനകളുടേതുൾപ്പെടെ ചേർന്ന് നടത്തുന്ന ഒരു കോൺക്ലേവിലേക്ക് ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി. തൻ്റെ പ്രഭാഷണത്തിനൊടുവിലാണ് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ സദസ്സിനോട് അവർ ആവശ്യപ്പെടുന്നത്. ആദ്യം ഇവർ ഈ രീതിയിൽ സദസ്സിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു തണുത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് സദസ്സിൽ നിന്ന് ലഭിച്ചത്. വീണ്ടും അവർ ഈ ഒരു മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും എല്ലാവരും ഈ രീതിയിൽ ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചില്ല. അപ്പോൾ ആണ് അവർ അല്പം പ്രകോപിതയായി സദസ്സിനോട് കാര്യങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തത്? ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ? ഭാരതത്തെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കാണാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തത്? തുടങ്ങിയ വിമർശനങ്ങളും ആ ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി ഉന്നയിച്ചു. പിന്നീടാണ് ഇവർ ചിലരെ പ്രത്യേകം ചൂണ്ടിക്കൊണ്ട് ചിലരോട് എടുത്തു ഈ തരത്തിലൊരു ചോദ്യമായി ഉന്നയിക്കുന്നത്. ആ മഞ്ഞ വസ്ത്രം ധരിച്ച കുട്ടി അവരെന്താണ് കൈകെട്ടിയിരിക്കുന്നത്? ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ? ഈ തരത്തിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാമെന്നും മന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വളരെ നാടകീയമായ ചില സംഭവങ്ങൾ തന്നെയാണ് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്നത്. ഏറെ പ്രകോപിതയായ ശേഷമാണ് മന്ത്രി പോയത്. ഒപ്പം തന്നെ ഈ സദസ്സിൽ നിന്ന് ഈ വേദിയിൽ നിന്ന് മന്ത്രി വിട്ടിറങ്ങുന്നതിന് മുൻപ് ഏകദേശം ഭൂരിഭാഗം പേരെ കൊണ്ടും ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിപ്പിച്ചതിന് ശേഷം കൂടിയാണ് മന്ത്രി ഈ വേദി വിട്ടിറങ്ങുകയും ചെയ്തത്. സ്മിത, ശരി. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് INTUC സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ പാർട്ടികളും തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് INTUCയെ കൂടെ നിർത്തുന്നില്ല എന്നും R ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ആലപ്പുഴ സീറ്റിലാണ് INTUCയുടെ കണ്ണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതും അതിനെയും R ചന്ദ്രശേഖരൻ വിമർശിച്ചു. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനാ സംവിധാനമല്ല INTUCക്കുള്ളത്. അത് വ്യക്തമായി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. INTUCക്ക് കേരളത്തിലെ 16 കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ഒരു സീറ്റ് കൃത്യമായി ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുന്നില്ല എങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റി കൃത്യമായ നിലപാടിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, INTUCയുടെ ആ ഒരു വാദം, അത് മറ്റ് പാർട്ടികൾ അവർ തൊഴിലാളി സംഘടനകളെല്ലാം ചേർത്ത് നിർത്തുന്നു, പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം, അല്ലേ? തീർച്ചയായിട്ടും സ്മിത, നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ തന്നെ വലിയ വിമർശനമാണ് കോൺഗ്രസിന് INTUCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് മറ്റ് പാർട്ടികളൊക്കെ അവരുടെ തൊഴിലാളി സംഘടനകളെ വളരെയധികം ചേർത്ത് പിടിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് മാത്രം ഈ INTUCയെ തഴയുന്നു എന്നുള്ളൊരു വലിയ വിമർശനം ഈ R ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം, അതായത് CPI ഉൾപ്പെടെയുള്ള ആളുകൾ MP ആയി പോയത് അവരുടെ തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ള ആളുകളെയാണ് അവർ MP ആക്കി വിട്ടത്. എന്തുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാടെടുക്കുന്നില്ല? അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് INTUCക്ക് സീറ്റ് നൽകുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അവർ കോൺഗ്രസിനോട് ചോദിക്കുന്നത്. എന്തായാലും വലിയ വിമർശനവുമായാണ് ഇന്നിവർ രംഗത്തെത്തിയത്. ഒപ്പം ഈ കൊല്ലം സീറ്റിൽ ഉൾപ്പെടെ ഈ NK പ്രേമചന്ദ്രന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വിമർശനം ഇവർ ഉന്നയിച്ചു. ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് ചൂണ്ടിക്കാട്ടിയത്
ഒരു സീറ്റ് അത് ഇത്തവണ നിർബന്ധമായും INTUC പ്രതിനിധികൾക്ക് നൽകണം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീറ്റ് അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു കാര്യമാണ് ആർ ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അവരുടെ നിലപാട് കടുപ്പിക്കേണ്ടി വരും. ഒടുവിൽ അത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ഒരു തരത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യവും എന്നുള്ളൊരു സൂചന അത് വ്യക്തമായ താക്കീതായി തന്നെ ആർ ചന്ദ്രശേഖരൻ നൽകിയിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇത്തരത്തിലൊരു ജീവൻ മരണ പോരാട്ടം അത് നടത്താനുള്ളൊരു ശേഷി പ്രസ്ഥാനത്തിലില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സീറ്റ് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി കടുപ്പിച്ച് വലിയ വിമർശനത്തോടു കൂടിയാണ് INTUC രംഗത്തെത്തിയിരിക്കുന്നത്. സീറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിനാണ് INTUC ഉള്ളത്. ഒപ്പം ആലപ്പുഴ സീറ്റിലാണ് ഇവരുടെ കണ്ണെങ്കിലും അത് നിർബന്ധമില്ല. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നിന്ന് ജയിക്കാനുള്ള ത്രാണി INTUC-നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിയാൽ ആലപ്പുഴ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് INTUC ഉറപ്പാക്കണം എന്നൊരു ആവശ്യമാണ് അവർ രംഗത്ത് വന്നത്. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് തങ്ങൾക്കെന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ INTUC. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങളുമായി ചേർന്നത്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയുള്ള 67.87 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. പട്ടികജാതി വിഭാഗത്തിൽ 15.76 കോടി രൂപയും പിന്നാക്ക വിഭാഗത്തിൽ 43.33 കോടി രൂപയുമാണ് അനുവദിച്ചത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിന് 8.78 കോടി രൂപയും അനുവദിച്ചു. സ്കോളർഷിപ്പ് കുടിശ്ശിക സംബന്ധിച്ച് 24 വാർത്തയെ തുടർന്നാണ് നടപടി. 24 ഇമ്പാക്ട് വിനിത VG ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിൽ നടപടി എത്തിയിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ? വിനിത VGയുടെ ഫോൺ ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വിനിത നമുക്കൊപ്പം ചേരും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കാര്യം വിനിത VG തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഈ പട്ടിക വർഗ വിഭാഗത്തിലുള്ള കുട്ടികൾ, റിസർച്ച് സ്കോളേഴ്സ്, അവരുടെയൊക്കെ തന്നെ ലഭിക്കാനുള്ള ഈ തുക കിട്ടാത്തതുകൊണ്ട് വലിയ കഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് തന്നെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയുള്ള തുക അത് 67.87 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ 15.76 കോടിയും പിന്നാക്ക വിഭാഗത്തിൽ 43.33 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. വിനിത, കേൾക്കാമെങ്കിൽ എന്തെല്ലാമാണ് കൃത്യമായ വിവരങ്ങൾ? തീർച്ചയായും സ്മിത, ഏറെ അഭിമാനിക്കാം. ബുദ്ധിമുട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർത്തയാക്കിയിരുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഹോസ്റ്റൽ ഫീസ് അവർക്ക് മുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തുടർ പഠനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത്. പലർക്കും ഇപ്പോഴും ഈ കോളേജുകളിൽ മറ്റും ഫീസ് അതിങ്ങനെ തുക പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അവരുടെ സാമ്പത്തികമായി നിൽക്കുന്ന പിന്നോക്കാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ആ തുക പോലും അടയ്ക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനം പകുതി വഴി ഉപേക്ഷിച്ച് മടങ്ങുന്നതെന്നൊക്കെ അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഇടപെടൽ എന്നത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ശരി വിനിത, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിന് 8.78 കോടി രൂപയും ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്കോളർഷിപ്പ് കുടിശ്ശിക സംബന്ധിച്ച 24ന്റെ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. 24 ഇമ്പാക്ട് വിനിത VG ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ വീടിനുള്ളിൽ 1 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. മരിച്ചത് മരങ്ങാട്ട് സ്വദേശി പ്രസാദ്. കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു പ്രസാദ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും. ഇയാൾ ഭാര്യ അമ്പിളിയുമായി 6 വർഷമായി പിണങ്ങി കഴിയായിരുന്നു. ഭാര്യ അമ്പിളിയും അതുപോലെ തന്നെ 2 മക്കളും അവർ ഉണ്ടായിരുന്നത് അമ്പിളിയുടെ മലയാലപ്പുഴയിലെ വീട്ടിലാണ്. TB ബാധിതനായിരുന്നു ഈ ജയപ്രസാദ്. അതാണ് മുഴുവൻ അദ്ദേഹത്തിന്റെ പേര്. ജയപ്രസാദ് TB ബാധിതനായിരുന്നു. നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെയാണ് ഭാര്യയെ വിളിച്ചു വിവരം പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് തങ്ങൾ അകന്നു കഴിയുകയാണ് എന്ന് അറിയിച്ചിരുന്നു. നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് കൃത്യമായ രീതിയിൽ പറയുന്നു.
അതിനുശേഷമാണ് 23-ാം തീയതി ഒരു പരാതി നൽകുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് പരാതി നൽകുന്നത്. തുടർന്ന് അന്വേഷണം നടത്തി. വീട്ടിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ ആ പ്രദേശവാസികളൊക്കെ പറഞ്ഞത് വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ്. വീട് പൂട്ടിക്കിടക്കുന്നു എന്നായിരുന്നു പ്രദേശവാസികളൊക്കെ പറഞ്ഞത്. എന്തായാലും ഇന്ന് വീടും പരിസരവും നോക്കാൻ വേണ്ടി ഭാര്യ ആ പ്രദേശത്ത് കൂടി പോയ സമയത്ത്, ഈ അമ്പിളി അവിടെ പ്രദേശത്ത് കൂടി പോയ സമയത്ത് വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നത്, അകത്തു നിന്നായിരുന്നു കുറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് വീണ്ടും വീടിനകത്ത് നിന്ന്, കുറച്ച് മുകളിലാണ് ആ വീട്, ഒരു കാടിന് ഉള്ളിൽ, ഒരു മലമ്പ്രദേശമാണ്. സ്വാഭാവികമായി അവിടെ തുറന്നു നോക്കുന്ന സമയത്ത് രൂക്ഷമായ ദുർഗന്ധം വരുന്നു. ജനൽ തുറന്നു നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിക്കുന്നത്. മൃതദേഹത്തിന് ഏതാണ്ട് 1.5 മാസത്തോളം പഴക്കമുണ്ട് എന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അത്ര കണ്ട ദുർഗന്ധം ആ പ്രദേശത്തുനിന്ന് വന്നിരുന്നില്ല. പക്ഷേ ഈ വാതിൽ തുറന്നപ്പോൾ വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഈ മരണത്തിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകൂ എന്നാണ് കോന്നി പോലീസ് അറിയിക്കുന്നത്. സ്മിത. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. പത്തനംതിട്ട കോന്നിയിലാണ് വീടിനുള്ളിൽ 1 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് മരങ്ങാട്ട് സ്വദേശി പ്രസാദ്. മറ്റൊരു വാർത്തയിലേക്ക്. കോതമംഗലം കുത്തുകുഴിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ മുളവൂർ സ്വദേശി ബേസിൽ ജോയാണ് മരിച്ചത്. കാറും 2 ബൈക്കുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രാഹുൽ, ഈ കാറും 2 ബൈക്കുകളും കൂട്ടിയിടിക്കാനുണ്ടായൊരു സാഹചര്യം, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? സ്മിത, ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 2 ബൈക്കുകളിലേക്ക് കാർ വന്നിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാർ ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരമായി ലഭിക്കുന്നുണ്ട്. ഈ ബൈക്കുകളിലേക്ക് കാർ ഇടിച്ചതിന്റെ പിന്നാലെ ഈ 2 ബൈക്കുകളും ഈ ദേശീയപാതയുടെ സൈഡിൽ, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇരുവശങ്ങളിലും വലിയ കാനകൾ എടുത്തിട്ടുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ 2 ബൈക്കുകളും ഈ കാനയിലേക്ക് വന്ന് പതിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഈ കാറും ഈ കാനയിലേക്ക് വീഴുകയും ചെയ്തു. ഈ അപകടത്തിൽ, ഈ കാനയിലേക്ക് വീഴതിന്റെ ആഘാതത്തിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂവാറ്റുപുഴ മുളവൂർ സ്വദേശി ബേസിൽ ജോയിയാണ് ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറ്റ് ബൈക്ക് യാത്രികനും അതുപോലെ തന്നെ കാർ ഓടിച്ചിരുന്ന ആൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി. കോതമംഗലം കുത്തുകുഴിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ മുളവൂർ സ്വദേശി ബേസിൽ ജോയാണ് മരിച്ചത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.